അതിമനോഹരം, അതിമനോഹരം തന്നെ. ഈ അപ്സരസുകൾ വളരെ ദൈവികമായ നൃത്തം തന്നെയാണ് ചെയ്യുന്നത്. അവരുടെ നൃത്തം മാത്രമല്ല ദൈവികമായിട്ടുള്ളത് ദേവേന്ദ്ര. ഈ അത്ഭുത ശക്തിയുള്ള പഴച്ചാറാണ് എല്ലാത്തിനും ദൈവിക ശക്തി നൽകുന്നത്. ആരവിടെ? എന്റെ പാനപാത്രം ഉടൻ തന്നെ നിറയ്ക്കുവിൻ. ആ ക്ഷമിക്കണം ദേവേന്ദ്ര, ഈ പാത്രത്തിൽ ഇനിയൊരു തുള്ളി പോലുമില്ല. എന്നാൽ ഇനിയുള്ളതിൽ നിന്നും കൊണ്ടുവരൂ. ഇനി ബാക്കി ഒന്നുമില്ല. എന്ത്? എനിക്ക് ഇനിയും പഴച്ചാറ് കൊണ്ടുതരില്ലേ എന്റെ പ്രിയപ്പെട്ട ദേവേന്ദ്ര? പക്ഷേ അത് ഒരു പ്രത്യേകതരം ഈന്തപ്പനയിൽ നിന്നും ഉണ്ടാക്കുന്ന പഴച്ചാറാണ് ദേവി. നമുക്കുറപ്പുണ്ട് നമ്മുടെ പക്കലുള്ള മറ്റു പഴച്ചാറുകൾ ദേവിക്ക് തീർച്ചയായും ഇഷ്ടമാവുമെന്ന്. പക്ഷേ ഈ പഴച്ചാറ് താലവാൻ തോട്ടത്തിലേതാണ്. കംസന്റെ തോട്ടമാണത്. ആ തോട്ടത്തിന് കാവൽ നിൽക്കുന്നത് ധേനുകാസുരനാണ്. തീർച്ചയായും എന്റെ പ്രിയപ്പെട്ട നാഥനായ ഇന്ദ്രദേവൻ തന്റെ പ്രിയപ്പെട്ട പത്നിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നതിന് ഒരു രാക്ഷസൻ തടസ്സമായി നിൽക്കാൻ അനുവദിക്കരുത്. തീർച്ചയായുമില്ല. ഞാൻ നിനക്ക് വേണ്ടി താലവാൻ തോട്ടത്തിൽ പോയി ആവശ്യമുള്ള പഴച്ചാറുകൾ ശേഖരിച്ചു കൊണ്ടുവരുന്നതാണ്. അവിടെയാണത്. ഏയ്, കംസ മഹാരാജാവിന്റെ വേലക്കാർ ഇപ്പോൾ ഇവിടെ എത്തും ഈ പഴച്ചാറ് കൊണ്ടുപോകാനായി. എന്നാൽ നമുക്കിനി സമയമില്ല. വേഗം കുറച്ച് കുടിക്കാം. നമ്മളിത് മുഴുവൻ കുടിച്ചു തീർത്ത് കംസ മഹാരാജാവ് പെട്ടെന്ന് ഇവിടെ വന്നാൽ നമ്മളൊന്നും ശേഖരിച്ചു വെച്ചില്ലെന്ന് കണ്ടാൽ നമ്മുടെ രക്തം കൊണ്ട് ഈ കലങ്ങൾ മുഴുവൻ നിറയ്ക്കും. ആ മണ്ടന്മാർ അത് മുഴുവൻ കുടിച്ചു തീർക്കുന്നതിന് മുമ്പ് നമുക്കതിൽ നിന്നും കുറച്ച് കൈക്കലാക്കിയേ പറ്റൂ. നമുക്കവരുടെ ദിശ തിരിച്ചു കളയാം ദേവേന്ദ്ര. അവരെത്തിക്കഴിഞ്ഞു. വാ. കംസന്റെ പഴച്ചാറുകൾ കൈക്കലാക്കുന്നത് ഇത്ര എളുപ്പമാണെന്ന് നാം കരുതിയതേയില്ല. കംസ രാജാവിന് വേണ്ടി നിറച്ചു വെച്ച പഴച്ചാറ് മോഷ്ടിക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. എന്തൊക്കെ ആയുധങ്ങൾ പ്രയോഗിച്ചാലും നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ദേവേന്ദ്ര. സാധിക്കില്ലായിരിക്കാം രേണുകാസുര, പക്ഷേ ഇന്ദ്രന്റെ മിന്നലിന് തീർച്ചയായും സാധിക്കും.